Okay. Okay, students. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലേബേഴ്സ് അറൈവ് ടു എ ടൂൾ സ്റ്റോർ ടു റിസീവ് സ്പെഷ്യൽ ടൂൾ ഫോർ അക്കംപ്ലിഷിംഗ് എ പെർട്ടിക്കുലർ പ്രോജക്റ്റ് അസൈൻഡ് ടു ദം. ഓക്കെ, എന്താ പറയുന്നത്? കുറേ ലേബേഴ്സ് പിന്നെ ടൂൾ, അതായത് നമുക്കറിയാമല്ലോ പല മെഷീൻസൊക്കെ കിട്ടുന്ന ഡ്രില്ല് അങ്ങനെയുള്ള കുറേ മെഷീൻസൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട്. അവരുടെ ആ പർട്ടിക്കുലർ ജോബിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ലേബേഴ്സ് ഒരു ടൂൾ സ്റ്റോറിൽ വരുന്നുണ്ട് അല്ലേ. ദ ആവറേജ് ടൈം ബിറ്റ്വീൻ ടു അറൈവൽസ്, അതായത് രണ്ട് പേര് വരുന്നതിൻ്റെ ഇടയിലുള്ളൊരു ടൈം എന്ന് പറയുന്നത് 60 സെക്കൻഡാണ്. ആൻഡ് ദ അറൈവൽസ് ആർ അസ്യൂംഡ് ടു ബി പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. പോയിസോൺ ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നത്. ആൻഡ് ദ അറൈവൽസ് ആർ അസ്യൂംഡ് ടു ബി പോയിസോൺ ആൻഡ് ദ ആവറേജ് സർവീസ് ടൈം എന്ന് പറയുന്നത് 40 സെക്കൻഡാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് രണ്ട് പേർക്ക് ഇടയിലുള്ള, അതായത് രണ്ട് വ്യക്തികൾ വരുന്നതിൻ്റെ ഇടയിലുള്ള ഒരു ആവറേജ് ടൈം എന്ന് വെച്ചാൽ അറൈവൽ റേറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡാണ്. അതേപോലെ തന്നെ 40 സെക്കൻഡാണ് ആവറേജ് സർവീസ് ടൈം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 1, ഡിറ്റർമിൻ ആവറേജ് ക്യൂ ലെങ്ത്ത്. എന്ത് കാണണം? ക്യൂ ലെങ്ത്ത് കാണണം. ആവറേജ് ലെങ്ത്ത് ഓഫ് നോൺ എം ടി ക്യൂ എന്ന് വെച്ചാൽ എന്താണ്, അതിൽ ആൾക്കാരുണ്ട്, ഐഡിലല്ല. ഓക്കെ, പിന്നെ വരുന്നത് ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻ ദി സിസ്റ്റം ഇൻക്ലൂഡിങ് വർക്കർ ബീൻ അറ്റൻഡഡ്. അതായത് അത് സിസ്റ്റത്തിലുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ ക്ലിയർ ആണ്. സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്, ആ ടൂള് മേടിക്കാൻ വേണ്ടി നിൽക്കുന്നവരും, അതായത് അതിൽ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുന്നവരും പ്ലസ് ക്യൂവിലുള്ളവരും കൂടി ചേർന്നിട്ടുള്ളതിനെയാണ് എന്തെന്ന് പറയുക, സിസ്റ്റം എന്ന് പറയുക. അത് പിന്നെ പ്രത്യേകിച്ച് അവിടെ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് വൺ, മീൻ വെയിറ്റിംഗ് ടൈം കാണുക. എന്ത്, അറൈവലിൻ്റെ മീൻ വെയിറ്റിംഗ് ടൈം കാണുക. ആവറേജ് വെയിറ്റിംഗ് ടൈം ഓഫ് അറൈവൽ കാണുക. അതായത് ലേബർ ഹൂ വാച്ച്, അതായത് എന്താ പറയുന്നത്, ആവറേജ് വെയിറ്റിംഗ് ടൈം കാണുക. അറൈവലും അതായത് ലേബർ, അതായത് അതിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള ലേബർ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ വെയിറ്റിംഗ് ടൈം കാണുക കേട്ടോ. ഓക്കെ അല്ലേ, രണ്ടെണ്ണം. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യൻ, ദ ടൈപ്പ് ഓഫ് പോളിസി ടു ബി എസ്റ്റാബ്ലിഷ്ഡ് ഡിറ്റർമിൻ വെദർ ടു ഗോ അഡീഷണൽ സ്റ്റോർ. അതായത് ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ആ സ്റ്റോർ റൂമിൽ എന്ന് വെച്ചാൽ ടൂൾ സ്റ്റോറിൽ ഒരൊറ്റ റൂമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ചോദ്യം ഇതാണ്, ദ ടൈപ്പ് ഓഫ് പോളിസി ടു ബി എസ്റ്റാബ്ലിഷ്ഡ് ഡിറ്റർമിൻ വെദർ ടു ഗോ ഇൻ for additional tool store room to attendant, which will minimize the combined cost of attendants, idle time and cost of workers. Assume the change should labor 4 per hour and the tool store room attendant 0.75 per hour. എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ രീതിയിൽ വെയിറ്റിംഗ് ടൈമും ആവറേജ് ടൈമും പിന്നെ അതേപോലെ കോസ്റ്റ് ഓഫ് വർക്കേഴ്സിൻ്റെ കോസ്റ്റ്, അവരുടെ സാലറി കാര്യങ്ങളൊക്കെ പരിഗണിക്കുകയാണെങ്കിൽ ഇതിലും ഭേദം, അതായത് മറ്റൊരു ടൂൾ സ്റ്റോറും കൂടി അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള ഒരു ടൂൾ സ്റ്റോറും കൂടി വെക്കുന്നതാണോ നല്ലത്, അതോ ഇതുപോലെ കൂടുതൽ കോസ്റ്റ് കൊടുത്തിട്ട് ലേബേഴ്സിന് കോസ്റ്റ് കൊടുക്കുന്നതാണോ നല്ലത് എന്നാണ് ചോദ്യം. ഓക്കെ അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ അറൈവൽ റേറ്റും സർവീസ് റേറ്റും ആദ്യം എഴുതി വയ്ക്കാം. അറൈവൽ റേറ്റ് എന്ന് പറയുമ്പോൾ അതായത് ഒരു മിനിറ്റിൽ 60 സെക്കൻഡിൽ ഒരാളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാളുകൾക്ക് ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ്. അപ്പോൾ ഒരാൾ വന്ന് കഴിഞ്ഞിട്ട് 60 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ആൾ വരിക. അപ്പോൾ 60 സെക്കൻഡിൽ ഒരാളെ വരുന്നുള്ളൂ കേട്ടോ. സോ അതാണ് 1/60 എന്ന് എഴുതിയത്. അതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്തു? മിനിറ്റിലേക്ക് × 60 ചെയ്തു. ഓക്കെ അല്ലേ. ഇനി മ്യൂ എന്ന് പറയുന്നത് 40 സെക്കൻഡാണ്. 40 സെക്കൻഡിലാണ് ഒരാൾ വരുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ 40 സെക്കൻഡിൽ ഒരാൾ വരിക എന്ന് പറയുമ്പോൾ 1/40. അപ്പോൾ 1/40നെ പിന്നെ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ × 60 ചെയ്യുമ്പോൾ 1.5 മിനിറ്റ് പെർ കസ്റ്റമർ ആണ് അല്ലേ. യെസ്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് ക്യൂ ലെങ്ത് ആണ്. ഓക്കെ, ആവറേജ് ക്യൂ ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? λ/μ - λ × λ/μ. ഓക്കെ, 1/15 മൈനസ് 1.5 മൈനസ് 1 × 1/1.5. ആൻസർ എന്ന് പറയുന്നത് 1.33 ആണ് ആവറേജ് ക്യൂ ലെങ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാൾക്കാർ 1 പോയിൻ്റ് എന്ന് പറയുമ്പോൾ രണ്ടാൾക്കാരോളം എന്തുണ്ട്, ക്യൂവിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, ക്യൂ ലെങ്ത്ത്. പിന്നെ വരുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്?
ആവറേജ് ലെങ്ത് ഓഫ് നോൺ എം ടി ക്യൂ, ക്യൂവിൽ ആൾക്കാരുണ്ട്, നോൺ എം ടി ക്യൂവിൻ്റെ ആവറേജ് ലെങ്ത്ത് കാണാനാണ്. ദാറ്റ്സ് ഈക്വൽ ടു എന്താണ്, മ്യൂ ബൈ മ്യൂ മൈനസ് ലാംഡയാണ് 1.5. ഈ ഇക്വേഷൻസ് ഒക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, എന്നാലേ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്കും നമുക്ക് ആ ഇക്വേഷൻ മനസ്സിലേക്ക് ഓടി വരുള്ളൂ കേട്ടോ. 1.5 ഡിവൈഡ് ബൈ 1.5 മൈനസ് 1 ദാറ്റ്സ് ഈക്വൽ ടു 3. ഓക്കെ, പിന്നെ വരുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് സിസ്റ്റത്തിലെ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻ ദി സിസ്റ്റം ഇൻക്ലൂഡിങ് വർക്കർ ബീൻ അറ്റൻഡഡ്. അതായത് ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ്, അതായത് നമ്മളെ സിസ്റ്റത്തിലുള്ള ആൾക്കാരുടെ എണ്ണം, ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ദാറ്റ്സ് ഈക്വൽ ടു ലാംഡ ബൈ മ്യൂ മൈനസ് ലാംഡ ദാറ്റ്സ് ഈക്വൽ ടു 1 ബൈ 1.5 മൈനസ് 1. 2 വർക്കേഴ്സാണ് സിസ്റ്റത്തിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, മീൻ വെയിറ്റിംഗ് ടൈം ഓഫ് അറൈവൽ റേറ്റിൻ്റെ മീൻ വെയിറ്റിംഗ് ടൈം, വരുന്നവർ എത്ര സമയം ഏകദേശം വെയിറ്റ് ചെയ്യുന്നുണ്ടാവുന്നു. 1 ബൈ മ്യൂ മൈനസ് ലാംഡയാണ് ദാറ്റ്സ് ഈക്വൽ ടു 2. ഓക്കെ, ഇനി വരുന്നത് എന്താണ്, അഞ്ചാമത്തത് ആവറേജ് വെയിറ്റിംഗ് ടൈം തന്നെ കാണാൻ തന്നെയാണ്, പക്ഷേ സിസ്റ്റത്തിലെ ആണെന്ന് മാത്രം. സോ 1 ബൈ മ്യൂ മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ ബൈ മ്യൂ എന്ന് പറയുമ്പോൾ 1.33. ഓക്കെ, പിന്നെ വരുന്നത് ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, റൂമിൽ, അതായത് ടൂൾ റൂം എന്ന് പറയുന്നത് ഒരെണ്ണം കൂടി ഉണ്ടാക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അതിന് കോസ്റ്റ് എത്രയാവും എന്നൊക്കെയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. ഏകദേശം എത്ര ആണ് ഐഡിയലാണെങ്കിൽ റൂമിൽ ടൂൾ റൂം എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 1 മൈനസ് ലാംഡ ബൈ മ്യൂ ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 1 മൈനസ് 1 ബൈ 1.5. അപ്പോൾ 0.33 ആണ്. ഐഡിയൽ ടൈം കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 70 എത്രയാണ് ഇവിടെ തന്നിട്ടുണ്ട്. കമ്പൈൻ ഫസ്റ്റ് ദറ്റ് കോസ്റ്റ് ഓഫ് ദി 4 per hours ആൻഡ് ടൂൾ സ്റ്റോർ റൂം അറ്റൻഡൻസ് അത് 0.75 per hour ആണ്. പൈസയാണ് കേട്ടോ. ടൂൾ സ്റ്റോർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന ചിലവാണ് ആ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം, ഈ കിട്ടിയിരിക്കുന്ന പ്രോബബിലിറ്റിയെ ഇൻറ്റു 0.75 ഇൻറ്റു 8 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 എന്ന് കിട്ടും. അപ്രോക്സിമേറ്റ്ലി 1.98 per day എന്ന് കിട്ടും. അപ്പോൾ 2 രൂപ, 2 രൂപയാണ് ഒരു ദിവസം അവർക്ക് ചിലവാകുന്നത്. വെയിറ്റിംഗ് ടൈം ഓഫ് വർക്കേഴ്സ് എന്ന് പറയുന്നത് വെയിറ്റിംഗ് ടൈം ഓഫ് ദി ക്യൂ ഇൻറ്റു നമ്പർ ഓഫ് അറൈവൽസ് പെർ ഡേ ഓഫ് ദി കോസ്റ്റ്. അതെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് അറൈവൽ റേറ്റിൻ്റെ കോസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, എത്രയാണ് 2 എന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ വരുന്നത് വെയിറ്റിംഗ് ടൈം ഓഫ് ദി വർക്കർ എന്ന് പറയുന്നത് വെയിറ്റിംഗ് ടൈം ഓഫ് ദി ക്യൂ, അതായത് ക്യൂവിൻ്റെ വെയിറ്റിംഗ് ടൈം 1.33 നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, ഇൻറ്റു നമ്പർ ഓഫ് അറൈവൽസ് പെർ ഡേ, അതായത് ഒരു ദിവസം എത്ര ആൾക്കാർ വരുന്നുണ്ടെന്ന്. എത്ര പേര് വരുന്നുണ്ട്, 4 പേര് വരുന്നുണ്ട്. പിന്നെ അതിന് വേണ്ടി ചിലവാക്കുന്ന രൂപ എന്ന് പറയുന്നത് എത്രയാണ്, 8 എന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദാറ്റ്സ് ഈക്വൽ ടു 42.6. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവാൻ പറഞ്ഞത് വെയിറ്റിംഗ് ടൈം കോസ്റ്റ് എന്ന് പറയുന്നത് ഐഡിയൽ കോസ്റ്റിനേക്കാളും വളരെ കൂടുതലാണ്. കാരണം ഐഡിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, 0.2 ആണ്. ഐഡിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, 2 ആണ്. പക്ഷേ വെയിറ്റിംഗ് ടൈം കോസ്റ്റ് ഓഫ് വർക്കർ എന്ന് പറയുന്നത് വർക്കേഴ്സിനെ വെയിറ്റ് ചെയ്യിക്കുമ്പോൾ ചിലവാകുന്നതെന്ന് പറയുന്നത് 42.56 ആണ്. അപ്പോൾ ഈ രണ്ടും കൂടി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും വർക്കേഴ്സിനെ വെയിറ്റ് ചെയ്യിക്കുന്നതിനേക്കാളും നല്ലതൊരു ടൂൾ ബോക്സ് കൂടി തുടങ്ങിയിട്ട് ആണെന്നാണ് ഇതിന് കൺക്ലൂഷൻ. ഓക്കെ, അപ്പോൾ ഹിയർ വെയിറ്റിംഗ് ടൈം കോസ്റ്റ് ഈസ് മച്ച് ലാർജർ ദാൻ ദാറ്റ് ഓഫ് ഐഡിയൽ ടൈം കോസ്റ്റ് ഓഫ് എ റൂം അറ്റൻഡൻറ്റ്, ഹെൻസ് ആൻ അഡീഷണൽ ടൂൾ റൂം ഈസ് നെസസറി. ഓക്കെ അല്ലേ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കണം, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയുള്ളതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ഒരു എസ്സേയിലോ അല്ലെങ്കിൽ ഷോർട്ടിലൊക്കെ വരാൻ പാകത്തിലുള്ള കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ തന്നെ പെട്ടെന്ന് കിട്ടുന്നതാണ്. ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ ഒന്ന് കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളണം കേട്ടോ. ഓക്കെ അല്ലേ, താങ്ക് യു.